റേഡിയോ ഒരു പാട്ടുപെട്ടി അല്ല എന്നല്ല ഞാൻ പറയുന്നത്. റേഡിയോ ഒരു പാട്ടുപെട്ടിയാണ്. റേഡിയോ ഒരു പാട്ടുപെട്ടി ആയിരുന്നു. റേഡിയോയുടെ ചരിത്രം, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ പാട്ടുകൾ നമ്മൾക്ക് മറ്റ് സോഴ്സിലൂടെ ലഭ്യമാകുന്നതിന് മുൻപ് പാട്ട് കേൾക്കാനുള്ള ഏക മാർഗം റേഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റേഡിയോയെ പാട്ടുപെട്ടി എന്ന ഓമന പേരിൽ വിളിച്ചിരുന്നത്. പക്ഷേ പാട്ടിനോടൊപ്പം റേഡിയോ വലിയ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ചാലകശക്തിയായി മാറി എന്നുള്ളതാണ് ലോകത്തെമ്പാടും ഇന്ത്യയുടെയും ചരിത്രം. എന്നാൽ ഇതിനൊരു വിരോധാഭാസമുള്ളത്, പാട്ടുപെട്ടിയായിരുന്ന റേഡിയോയിൽ ഒരു കാലത്ത് പാട്ടിനെ നിരോധിച്ചിരുന്നു. പാട്ട് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1952 ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം ആദ്യമായി വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായത് കേഷ്കർ എന്നൊരാളായിരുന്നു. അദ്ദേഹം കടുത്ത ഹിന്ദി ഗാനങ്ങളുടെ വിരോധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് ഈ ഹിന്ദി പാട്ടുകൾ യുവാക്കളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് അദ്ദേഹമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നത്. അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം ഹിന്ദി പാട്ടുകൾ പാടില്ല, ഹിന്ദി പാട്ടുകൾ ടോട്ടലായിട്ട് ബാൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്തായിരുന്നു പറഞ്ഞാൽ, ഈ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം, ഇന്ത്യയുടെ പരമ്പരാഗത സംഗീതം, ഇത്തരം സംഗീതം മാത്രം മതി റേഡിയോയിലെന്നാണ്. തീർച്ചയായിട്ടും ശാസ്ത്രീയ സംഗീതവും ഇന്ത്യയുടെ പരമ്പരാഗത സംഗീതത്തെയും ഇന്നും നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആകാശവാണിയാണ്. അദ്ദേഹമാണ് ഈ റേഡിയോ സംഗീത് സമ്മേളനം തുടങ്ങിയത്. ആകാശവാണിയുടെ ദേശീയ സംഗീതോത്സവം തുടങ്ങിയതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ ഈ തീരുമാനം അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ഒരു ഇന്ത്യൻ ചലച്ചിത്ര ഗാനം, ഇന്ത്യയിലെ സിനിമാ പാട്ടുകൾ ഒരു ഇറിലവൻ കോക്ടെയിൽ ഓഫ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് വെസ്റ്റേൺ ഡാൻസ് എന്നാണ്. യുവാക്കളെ വഴിതെറ്റിക്കും, അശ്ലീലമാണ് ഇതിൽ പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ ലിഫ്റ്റ്, എന്താ പറയുക, നിരോധനം പിൻവലിക്കാൻ ഏതാണ്ട് 6-7 വർഷം എടുത്തു. ആ സമയത്താണ് ഈ ശ്രീലങ്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, പഴയ റേഡിയോ സിലോൺ, ഇത്രയും പോപ്പുലറായത്. അപ്പോൾ 1980 വരെ നമുക്ക്, പിന്നീട് ഇതിനകത്ത് ചലച്ചിത്ര ഗാനം ആരംഭിച്ചു, അത് വേറെ കാര്യം. സിനിമ പാട്ടുകൾ കൊടുക്കാൻ തുടങ്ങി. കാരണം ലോകമെമ്പാടുമുള്ള മ്യൂസിക് കമ്പനികളും മ്യൂസിക് ലവേഴ്സും വലിയ പ്രഷർ ഉയർത്തി. അങ്ങനെ ഇതിൽ സംഗീതം കൊടുക്കാൻ തുടങ്ങി, സിനിമാ പാട്ടുകൾ കൊടുക്കാൻ തുടങ്ങി. പിന്നീട് സിനിമാ പാട്ടുകൾ റേഡിയോയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയുടെ ഭാഗമായി മാറുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 1980 വരെ നമ്മുടെ നാട്ടിൽ ഈ ഗൾഫിൽ നിന്ന് ആളുകൾ 2-in-1 കൊണ്ടുവരാൻ തുടങ്ങിയതും വരെ നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഏക മാർഗം റേഡിയോ തന്നെയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ള തിയേറ്ററിൽ വയ്ക്കുന്ന പാട്ടുകളെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 4-5 പാട്ടുകൾ വയ്ക്കും. ഈ പാട്ടുകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അമ്പലങ്ങളിലൊക്കെ ഈ ആൽമരത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഭക്തിഗാനങ്ങൾ ആലപിക്കുന്ന ചില പാട്ടുകൾ, ഇത് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പാട്ടുകൾ കേൾക്കാനുള്ള സാധ്യത ഇല്ലായിരുന്ന കാലത്ത് പാട്ടുകൾ കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം റേഡിയോയാണ്. നേരത്തെ ചോദിച്ച ചോദ്യം, ഇതൊരു സർക്കാർ മാധ്യമം എന്ന നിലയിൽ നമ്മളിതിനെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ എന്നാണ് പറയുക. ഇന്ത്യയിലെ റേഡിയോ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്കാണ് ഇന്ത്യയിലെ റേഡിയോ, ഇന്ത്യയിലെ ആകാശവാണി. 470 നിലയങ്ങളുണ്ട്. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 92% പ്രദേശങ്ങളിലും ഇത് കവർ ചെയ്യുന്നുണ്ട്. 99.1% ജനങ്ങളിലേക്ക് ഇത് എത്തുന്നുണ്ട്. 99% ജനങ്ങൾ ഇത് കേൾക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 99% ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ 99% ജനങ്ങളിലേക്ക് എത്തുന്ന ഈ മാധ്യമം എന്തുകൊണ്ട് കേൾക്കാതായി എന്നുള്ളത് മറ്റൊരു വിഷയമായിട്ട് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ റേഡിയോ ആണ് ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിന് ഏറ്റവും വലിയ ചാലകശക്തിയായത്. ഇന്ത്യയുടെ കാർഷിക പുരോഗതി എടുക്കുക, ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം എടുക്കുക, ഇന്ത്യയുടെ ആരോഗ്യ രംഗം എടുക്കുക, ഇന്ത്യയിലെ കുടുംബാസൂത്രണ സമ്പ്രദായം എടുക്കുക, ഇന്ത്യയിലെ സാക്ഷരതാ പ്രചരണം എടുക്കുക. ഇത്തരത്തിൽ സാമൂഹ്യ മാറ്റത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തത് ഇന്ത്യയിൽ റേഡിയോ ആണ്. അതിൻ്റെ കാരണം, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിലെ ഈ സാക്ഷരത എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ എഴുതുവാനും വായിക്കുവാനും അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പത്രങ്ങളിലൂടെ സത്യത്തിൽ ഇത്തരത്തിലൊരു ആശയവിനിമയം സാധ്യമായിരുന്നില്ല. അപ്പോഴെന്താണ്, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ 1,50,000 റേഡിയോ സെറ്റുകളുണ്ടായിരുന്നു, 6 റേഡിയോ നിലയങ്ങളുണ്ടായിരുന്നു, ഇന്ത്യ മുഴുവൻ റേഡിയോയുടെ കവറേജ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പുതിയ ഗവൺമെൻറ്റിന്, പുതുതായി ഉണ്ടായ ഒരു ബേബി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഇത്തരത്തിലുള്ള സന്ദേശം, അതായത് കാർഷിക രംഗത്തെ പുരോഗതി, കാർഷിക രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ,
പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറി പുതിയ കൃഷി രീതികൾ കൊണ്ടുവരണം. കാരണം രാജ്യം നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യക്ഷാമമായിരുന്നു. അപ്പോൾ ഭക്ഷ്യക്ഷാമത്തിനെ മറികടക്കണമെങ്കിൽ പുതിയ കൃഷി രീതി വരണം. അതുപോലെ വിദ്യാഭ്യാസമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. വിദ്യാഭ്യാസം ഇല്ലായ്മയായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവണം. അതുപോലെ പിന്നെ ആരോഗ്യരംഗം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഏതാണ്ട് 90 വർഷമായി ആകാശവാണി നിർവഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് പോലും ഈ പങ്ക് നമ്മുടെ റേഡിയോ നിർവഹിച്ചിരുന്നു. പിന്നെ ഇപ്പോഴെന്ത് പറ്റി ഈ റേഡിയോയ്ക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതിരുന്നുകൂടാ. കാരണം ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു റേഡിയോ വലിയ മഹത്തായ സ്ഥാപനമാണ്, ലോകത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്, അതുപോലെ പിന്നെ എല്ലാവരിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാവരിലേക്ക് എത്തുമ്പോൾ എത്ര പേര് ഇത് കേൾക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകും. ഇപ്പം ഞാൻ പല സ്ഥാപനങ്ങളിലും ഈ ജേർണലിസം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഈ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ എത്ര പേർ റേഡിയോ കേൾക്കുന്നവരുണ്ടെന്ന്. മിക്കപ്പോഴും അവിടെ ഒരാൾ പോലും കൈപൊക്കാറില്ല. കാരണം ഇപ്പോൾ ആളുകളുടെ അഭിരുചി മാറി. അവരുടെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ നീഡ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വേറെ ഒരുപാട് മാധ്യമങ്ങൾ നമുക്ക് ലഭ്യമാണ്. റേഡിയോ തന്നെ വേണമെന്നില്ല. റേഡിയോയേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായ, റേഡിയോയേക്കാൾ കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്ന മാധ്യമങ്ങളുണ്ടായി. ഇന്ത്യയിലെ റേഡിയോയ്ക്ക് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റേഡിയോ പുതിയ മാധ്യമങ്ങൾ ഇതുമായി മത്സരിക്കാൻ വന്നപ്പോൾ ഈ മത്സരത്തിന് ഇന്ത്യയിലെ ആകാശവാണി സജ്ജമായിരുന്നില്ല. ആകാശവാണിയെ സജ്ജമാക്കാനുള്ള ആസൂത്രണം അതിന് നടന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഈ സ്ഥാപനം വളർന്നു. സ്ഥാപനം വളർന്നിട്ട് 99% ജനങ്ങളിലേക്ക് എത്തി. എങ്കിലും 99% ആളുകൾ ഇത് കേൾക്കുന്നില്ല. 2018 നടത്തിയ ഒരു പഠനം പറയുന്നത് ഇന്ത്യയിലെ ഈ സർക്കാർ മാധ്യമവും ഞാൻ ഈ പറഞ്ഞ 470 റേഡിയോ സ്റ്റേഷനും 300-ലധികം പ്രൈവറ്റ് സ്വകാര്യ FM സ്റ്റേഷനിലും കൂടി ആകെ ലിസണർഷിപ്പ് എന്ന് പറയുന്നത് 19% മാത്രമാണ്. ജനസംഖ്യയുടെ 19% മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ഒരു ബഡ്ജറ്റ് മുടക്കി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫണ്ട് നിലനിർത്തിക്കൊണ്ട് ഇത്രയും വലിയൊരു ചെലവിൽ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ നിലനിൽക്കണോ എന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്.